സ്വാതന്ത്ര്യ സമരത്തിൽ RSS ഉണ്ടോ? RSS ചരിത്രം വളച്ചൊടിക്കുന്നത് വെറുതെയല്ല. രാജ്യവിരുദ്ധമായ തങ്ങളുടെ ഭൂതകാലത്തെ മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രകടനം കാണാൻ വേദിക്കൽ നിൽക്കുമ്പോൾ വീണ് പരിക്കേറ്റവരായെങ്കിലും ആരെങ്കിലും ഉണ്ട്. RSS എന്നത് കേവലം ഒരു തമാശ മാത്രമല്ല. സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ പങ്കെടുത്തതായി ഏറെക്കാലം അവകാശവാദങ്ങളൊന്നും RSSൽ നിന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായി രാഷ്ട്രീയ അധികാരത്തിന് അടുത്തെത്തിയപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ അവർ ഉന്നയിക്കാൻ തുടങ്ങിയത്. ഈ ദിശയിലുള്ള ആദ്യത്തെ ശ്രമങ്ങളിലൊന്ന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നടത്തിയതാണ്. 1998 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം ഒരു വോട്ടഭ്യർത്ഥന നടത്തിയിരുന്നു. ശാഖാതല പ്രവർത്തനം മാത്രമല്ല ഞാൻ നടത്തിയിരുന്നത്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും പങ്കെടുത്തിരുന്നു എന്ന് അദ്ദേഹം ആ അഭ്യർത്ഥനയിൽ എഴുതി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബദേശ്വർ സംഭവം ഉണ്ടാകുന്നതിന് ഏതാണ്ട് അടുപ്പിച്ചാണ് താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. അറസ്റ്റിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹം കോടതിയിൽ കുറ്റസമ്മതവും നടത്തി. ആ കുറ്റസമ്മത മൊഴി അദ്ദേഹത്തെ ജയിൽമോചിതനാകാൻ സഹായിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബദേശ്വർ പ്രക്ഷോഭത്തിന്റെ നേതാക്കളുടെ പേര് പറയുകയുണ്ടായി. കെട്ടിടത്തിന് മുകളിൽ ത്രിവർണ്ണ പതാക ഉയർത്താൻ പോയവർ സ്വത്തുനാശം വരുത്തിയതുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വാജ്പേയി കുറ്റസമ്മത മൊഴിയിൽ പറയുന്നു. താൻ ആ ഘോഷയാത്രയുടെ ഭാഗമായിരുന്നില്ല, വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു എന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ഇങ്ങനെ ക്ഷമാപണം നടത്തിയതിന്റെ ഫലമായി അദ്ദേഹം ജയിൽ മോചിതനാക്കപ്പെട്ടു. ചരിത്രത്തിൽ എങ്ങും ഇല്ലാതിരുന്ന RSS ഇപ്പോൾ ആ ഇടത്തിലേക്ക് സ്വയം തിരികെ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വരി പോലും RSSന്റേതായിട്ടില്ല. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടുള്ള RSSന്റെ സമീപനം രണ്ടാം സർസംഘചാലക് MS ഗോൾവാൾക്കറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ശ്രീ ഗുരുജി സമഗ്ര ദർശൻ എന്ന കൃതിയുടെ വോള്യം 4 39 പേജിൽ പറയുന്നത്, നാൾക്കുനാൾ രാജ്യത്ത് ഉയർന്നു വരുന്ന സാഹചര്യം മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. 1942 ഇത്തരത്തിലൊരു അശാന്തി ഉണ്ടായി. ഇതിനു മുൻപ് 1930-31 ഒരു മുന്നേറ്റം ഉണ്ടായി. അക്കാലത്ത് മറ്റനേകം ആളുകൾ ഹെഡ്ഗേവാർജിയെ കാണാൻ പോയിരുന്നു. ഈ മുന്നേറ്റം നമുക്കും സ്വാതന്ത്ര്യം നേടിത്തരുമെന്നും സംഘം അതിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നും പ്രതിനിധി സംഘം ഡോക്ടർ ജിയോട് അഭ്യർത്ഥിച്ചു. ആ സമയം ഒരു മാന്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി താൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് ഡോക്ടർ ജിയോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ജി ചോദിച്ചു, തീർച്ചയായും പോകൂ, പക്ഷേ അപ്പോൾ നിന്റെ കുടുംബത്തെ ആര് സംരക്ഷിക്കും? ആ വ്യക്തി അപ്പോൾ തന്നെ അതിന് മറുപടി പറഞ്ഞു, 2 വർഷത്തെ കുടുംബ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ വിഭവ സ്രോതസ്സുകൾ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ആവശ്യം വരുമ്പോൾ പിഴയൊടുക്കാനുള്ളതും ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ജി അദ്ദേഹത്തോട് പറഞ്ഞു, 2 വർഷത്തേക്കുള്ള മുഴുവൻ വിഭവവും സമാഹരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ 2 വർഷത്തേക്ക് സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുക. വീട്ടിലേക്ക് മടങ്ങിയ അയാൾ ജയിലിലേക്കും പോയില്ല, സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയതുമില്ല. ഇതേ രീതിയിൽ 1942 ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ RSS അതിന്റെ പതിവ് പ്രവർത്തനങ്ങൾ തുടരണമെന്നും ബ്രിട്ടീഷുകാരെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യരുതെന്നുമുള്ള നിർദ്ദേശം ഗോൾവാൾക്കർ പുറപ്പെടുവിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടം തങ്ങളുടെ അജണ്ടയുടെ ഭാഗമല്ലെന്ന് ഈ RSS പ്രത്യയശാസ്ത്രകാരൻ വ്യക്തമായി പറയുന്നു. മതത്തെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ടുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി നമ്മുടെ പ്രതിജ്ഞയിൽ പറഞ്ഞത് നാം സദാ ഓർക്കണം. ബ്രിട്ടീഷുകാർ ഇവിടം വിട്ട് പോകുന്നതിനെ കുറിച്ച് അതിൽ പരാമർശമില്ല എന്നത്. ഗോൾവാൾക്കർ ഇങ്ങനെയാണ് അവർ പൂർത്തിയാക്കുന്നത്. ആശയപരമായി ഹിന്ദുത്വ രാഷ്ട്രീയ സംഘടനകൾ അവർക്കിടയിലെ ആഭ്യന്തര ഭിന്നതകൾക്കിടയിലും മുഖ്യമായും മുസ്ലിം ദേശീയതയെ തുരങ്കം വെക്കാനും ആ ലക്ഷ്യം നേടുന്നതിന് ബ്രിട്ടീഷുകാരുമായി സഹകരിക്കാനും ഒരു മടിയും കൂടാതെ തയ്യാറായി. സ്വാതന്ത്ര്യ സമരത്തിൽ RSS ഇല്ലായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് ഇന്ന് അവർ തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമിട്ട് പുതിയ നിർമ്മിതികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ആഴത്തിൽ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, ഹിന്ദു ദേശീയതയ്ക്കായി നിലകൊള്ളുന്ന RSSന് ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ ഒരിക്കലും കഴിയില്ല.